മഴക്കെടുതിയിൽ വലയുകയാണ് കോട്ടയം. 2018 പ്രളയത്തിന് സമാനമായ രീതിയിലാണ് പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട്. അയർക്കുന്നത്ത് ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. കോട്ടയം നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. 100-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മീനച്ചിലാറിലും മണിമലയാറിലും ജലനിരപ്പ് ഉയർന്നതോടെ പാലായിലും ഈരാറ്റുപേട്ടയിലും വീണ്ടും വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പർ കുട്ടനാട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. അഖിൽ കോട്ടയം ചെങ്ങളത്തുണ്ട്. അഖിൽ, കോട്ടയത്തും വലിയ വെള്ളപ്പൊക്കം എന്ന രൂപത്തിലേക്ക് തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. 2018 സമാനമായ കാഴ്ചയാണോ പലയിടത്തും കാണുന്നത്? എന്താണ് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന വിവരം? സ്മൃതി, തീർച്ചയായും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തന്നെയാണ് കോട്ടയം നഗരത്തിലേക്കും അതുപോലെ തന്നെ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. നിരവധി വീടുകളിൽ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ചങ്ങളം പ്രദേശത്താണ്, ഇവിടെ തന്നെ 100-ലധികം വീടുകൾ ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ്. വലിയ തോതിൽ വെള്ളം കയറി വീടുകളിലൊക്കെ തന്നെ ഉള്ളിലേക്കടക്കം വെള്ളം കയറുന്ന സാഹചര്യങ്ങളിലും സ്ഥാനങ്ങളൊക്കെ നശിക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ടെന്നാണ്. വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന വ്യക്തിയാണ് സംഭവിച്ചത്. അദ്ദേഹം ഈ മീനച്ചിലാറിന്റെ പരിസരത്തേക്ക് രാവിലെ പോയതാണ്. അതോടെ വീട്ടുകാർ അന്വേഷിച്ച് പോയപ്പോഴാണ് പുഴയുടെ സൈഡിൽ ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കണ്ടെത്തുന്നത്. പിന്നീട് തിരിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമാവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ദുരിത പെയ്ത്ത് തന്നെയായി മാറിയിരിക്കുന്നു. പരിപ്പ് 300 ഏക്കറിലധികം, ഏകദേശം 400 ഏക്കറോളം നെൽകൃഷിയാണ്, അതായത് വിതച്ച് ദിവസങ്ങൾ മാത്രമായ നെൽകൃഷിയാണ് പൂർണ്ണമായും മടപൊട്ടി വെള്ളത്തിൽ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ലക്ഷങ്ങളുടെ നാശനഷ്ടം അവിടെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും ഈ കോഴി ഫാമുകളിലടക്കം പെട്ടെന്നുള്ള വെള്ളം കയറ്റത്തിൽ കോഴി ഫാമുകളിലടക്കം നശിച്ച് 4000 കോഴികളോളം പാലാ ഭാഗത്ത് നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്നു. പെട്ടെന്നുള്ള വെള്ളം കയറ്റത്തിൽ 100 കണക്കിന് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കുന്നത്. ഓരോ ദിവസവും തുടങ്ങുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണത്തിൽ തന്നെ വർധനയുണ്ടാകുന്നു എന്നാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഈ വെള്ളം കയറി തുടങ്ങിയത്. അത് രാത്രി ആയപ്പോഴേക്കും വലിയ രീതിയിൽ അത് ശക്തി പ്രാപിച്ചു. രാത്രി പെയ്ത മഴ കൂടിയായപ്പോൾ രാവിലേക്ക് കൂടി ആയപ്പോൾ വലിയ തോതിൽ തന്നെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം കയറി എന്നുള്ളതാണ്. 100 കണക്കിന് വീടുകൾ, ഇത്തരത്തിൽ വീടുകൾ വെള്ളത്തിനുള്ളിലാവുന്ന സാഹചര്യം ഉണ്ടായി. സാധാരണഗതിയിൽ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം കയറാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 6-7 വർഷമായി കാണാത്ത രീതിയിലുള്ള ഒരു വെള്ളക്കയറ്റമാണ് ഇത്തവണ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ആകമാനം സംഭവിച്ചിരിക്കുന്നത്. കാരണം വെള്ളം പൂർണ്ണമായും താഴേക്ക് ഇറങ്ങി പോകുന്നുമില്ല. ഇപ്പോഴും കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ ദുരിതം വീണ്ടും കൂടും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എന്തായാലും ആകാശം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ മഴ വലിയ തോതിൽ പെയ്യാതെ ഈ രീതിയിൽ ണെങ്കിൽ ഈ വെള്ളക്കെട്ടിനും മറ്റിനും ഒരു ആശ്വാസം ഉണ്ടാകും. പക്ഷേ വീണ്ടും മഴ കനത്തു കഴിഞ്ഞാൽ കൂടുതൽ ദുരിതത്തിലേക്ക് കാര്യങ്ങൾ പോകും. സ്മൃതി, ശരി. അഖിൽ കോട്ടയം ചെങ്ങളത്തു നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്.